നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ പോയ നീക്കത്തിന് പിന്നിൽ ലക്ഷ്യങ്ങൾ രണ്ട്. കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിലാണ് കർണാടകയിലെ നിയമ നീക്കം. ഇതിനൊപ്പം എക്സാലോജിക്കിന് കേരളത്തിൽ ബന്ധമില്ലെന്ന് വരുത്താനുള്ള തന്ത്രവും. വീണയ്ക്കുള്ള നോട്ടീസ് ഇനി ബംഗളൂരു അഡ്രസ്സിൽ അയക്കേണ്ടി വരും. ഈ കാഞ്ഞ ബുദ്ധി പയറ്റിയത് വീണയുടെ റെസ്ക്യൂ ടീമാണ്. എക്സാലോജിക്കിന്റെ രജിസ്ട്രേഡ് വിലാസം തിരുവനന്തപുരത്തെ AKG സെന്ററാണ്. കമ്പനി ഡയറക്ടർ താമസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ക്ലിഫ് ഹൌസ് എന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും. ഇവിടെ പരിശോധനകൾക്ക് കമ്പനി കാര്യ വകുപ്പിന് കീഴിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തീരുമാനിച്ചിരുന്നു. അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടി CPM-നും വലിയ നാണക്കേടുണ്ടാക്കും. അതുകൊണ്ടാണ് ബംഗളൂരുവിലാണ് വിലാസമെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ എക്സാലോജിക് കർണാടകയിൽ ഹർജി നൽകിയത്. ഇനി കർണാടക അഡ്രസ്സിൽ മാത്രമേ വീണയെ ബന്ധപ്പെടാൻ SFIOയ്ക്ക് കഴിയൂ എന്നാണ് വിലയിരുത്തൽ. AKG സെന്ററുമായി തനിക്ക് നിലവിൽ ബന്ധമില്ലെന്ന് അറിയിക്കുക കൂടിയാണ് ഫലത്തിൽ വീണ വിജയൻ. ഇതിനൊപ്പം തനിക്ക് ക്ലിഫ് ഹൌസ് വിലാസത്തിലും ആരും ഒന്നും അയക്കേണ്ടതില്ലെന്ന് പറഞ്ഞു വെക്കുന്നു. ഇതാണ് കർണാടക കോടതിയിലെ ഹർജിയിലൂടെ ലക്ഷ്യം വെച്ചത്. കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയാൽ അതിരൂക്ഷ പരാമർശമുണ്ടാകും. കേരളത്തിലെ സാഹചര്യവും വാർത്തകളുമെല്ലാം കേസിനെ സ്വാധീനിക്കും. എന്നാൽ കർണാടകയിലേക്ക് കേസ് മാറുമ്പോൾ അതിന് മറ്റൊരു തലം വരും. കേരളത്തിലെ വാർത്താ കോലാഹലമൊന്നും കർണാടകയിൽ ഉണ്ടാവില്ല. മലയാളികൾ മാത്രമാകും കർണാടകയിലിരുന്ന് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ബാഹ്യ സ്വാധീനം കേസിൽ ഉണ്ടാകില്ലെന്നും വീണയ്ക്കായി നിയമോപദേശം നൽകിയവർ വിലയിരുത്തി. അങ്ങനെയാണ് ഹർജി കർണാടകയിലെത്തിയത്. ഫലത്തിൽ വീണയ്ക്ക് വേണ്ടി കർണാടകയിലും വാർ റൂം ഉണ്ടാകും. ഏത് അഡ്രസ്സിൽ വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് അയക്കണമെന്ന ആശയക്കുഴപ്പം അന്വേഷണ ഏജൻസിക്കുണ്ടായിരുന്നു. ഇനി ബംഗളൂരുവിലെ അഡ്രസ്സിലേക്ക് നോട്ടീസ് അയക്കേണ്ട സാഹചര്യവും കർണാടകയിലെ ഹർജി ഉണ്ടാക്കിയിട്ടുണ്ട്. കർണാടക കോടതിയിൽ ഹർജിയിൽ മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വന്നിട്ടുണ്ട്. CMRL-മായി ബന്ധപ്പെട്ട് ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ SFIOയ്ക്ക് ലഭിച്ചിരുന്നു. രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത്. വിവിധ വ്യക്തികളുമായും സംഘടനകളുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പരിശോധിച്ചത്. എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു. ചട്ടവിരുദ്ധമായാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്നും സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്നും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിവരശേഖരണം നടത്തും. ഇതുവരെ ലഭിച്ച വിവരങ്ങളും രേഖകളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി. ഈ ഘട്ടത്തിൽ ആദ്യം വീണ വിജയനെ ചോദ്യം ചെയ്യാനാണ് പദ്ധതി. വീണ വിജയനെ ചോദ്യം ചെയ്യാനാണെങ്കിലും അതിനുള്ള നോട്ടീസ് ബംഗളൂരുവിലെ എക്സാലോജിക്കിന്റെ കമ്പനിയിലായിരിക്കും എത്തുക. എന്നാൽ ഈ കമ്പനി പൂട്ടിയ സ്ഥിതിയാണ്. ഇത്തരത്തിലൊരു പണി വരും എന്നുള്ളത് കൊണ്ട് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് കമ്പനി പൂട്ടിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പണി കിട്ടി നിൽക്കുകയാണ് പിണറായി വിജയനും മകളും. ഇതിൽ നിന്നും മകളെ രക്ഷിച്ചെടുക്കാൻ പിണറായി എന്ത് വേല പുറത്തെടുക്കുമെന്ന് കാത്തിരുന്ന് കാണണം.